ഹായ്, ഞാനതി ഹോണർ എന്നുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് ഹോണർ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഹോണറിൻ്റെ ഒരു സ്മാർട്ട് ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹുവാവയാണ്. ഹുവാവേൻ്റെ ഒരു സബ് ബ്രാൻഡായിരുന്നു ഹോണർ. ഹുവാവയ്ക്ക് ഗ്ലോബലായി കിട്ടിയ ബാനിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹുവാവേ ഫോൺസിൽ ഒന്നും തന്നെ ഗൂഗിളിൻ്റെ സർവീസുകൾ അവൈലബിൾ അല്ലായിരുന്നു. ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ ഇല്ലാതെയായിരുന്നു അവർ ഫോൺസ് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് പകരം ഹുവാവേ ആപ്പ് സ്റ്റോർ ആയിരുന്നു ഹുവാവേൻ്റെയും ഹോണറിൻ്റെയും സ്മാർട്ട് ഫോൺസിൽ അവർ കൊടുത്തിരുന്നത്. ഇതുപോലെ ഗൂഗിളിൻ്റെ ഇഷ്യൂ കാരണം ഹുവാവേ കുറച്ച് നഷ്ടത്തിലായിരുന്നു. ആ സമയത്താണ് ഹുവാവയുടെ ഹാർമണി OS എന്നുള്ള ഒരു OS അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ 2021 ഹോണർ എന്നുള്ള ബ്രാൻഡ് ഹുവാവയിൽ നിന്നും സെപ്പറേറ്റ് ആയി. ഇപ്പോൾ ഹോണർ എന്നുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഒരു സെപ്പറേറ്റ് കമ്പനി ആയിട്ടാണ് നിൽക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ഹോണറിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹോണർ 19 എന്നുള്ള പേരിലാണ് ആ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഹോണർ ഇന്ത്യയുടെ തലപ്പത്ത് നിൽക്കുന്നത് ആരാന്നറിയോ? മുമ്പ് റിയൽമിയുടെ CEO ആയിരുന്ന മാധവ് ഷേത്താണ് ഇപ്പോൾ ഹോണറിൻ്റെ പ്രൊപ്പറൈറ്റർ. അത് മാത്രമല്ല, റിയൽമി ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന 15+ എംപ്ലോയീസ് ഇപ്പോൾ ഹോണർ ഇന്ത്യയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ മാസം ലോഞ്ച് ആകാൻ പോകുന്ന ഹോണർ 19 എന്നുള്ള സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ലീക്ക്ഡ് സ്പെസിഫിക്കേഷൻസ് എല്ലാം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K കേർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരാൻ വേണ്ടി പോകുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഈ ഒരു ഫോണിൽ നൽകുന്നതായിരിക്കും. കോൽക്കം സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രൊസസ്സർ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരാൻ വേണ്ടി പോകുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിലെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 200 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. പിന്നെ ഒരു 12 മെഗാപിക്സലിൻ്റെ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയായിരിക്കും ബാക്ക് സൈഡിലായിട്ട് വരിക. ഫ്രണ്ട് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ആവാൻ വേണ്ടി പോകുന്നത്. ഹോണറിൻ്റെ മാജിക് OS 7.1 ആയിരിക്കും ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. പിന്നെ 5000 mAh ഒരു ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരാൻ വേണ്ടി പോകുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ ഏകദേശ പ്രൈസ് എന്ന് പറയുന്നത് 45,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഈ ഒരു ഫോൺ ഡയറക്റ്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് OnePlusൻ്റെയും നത്തിങ്ങിൻ്റെയും കോൽക്കം സ്നാപ്ഡ്രാഗൺ 8 സീരീസ് പ്രൊസസ്സർ വരുന്ന ഫോൺസുമായിട്ടായിരിക്കും. ഹോണർ കുറേ കാലത്തിന് ശേഷമാണ് ഇന്ത്യയിൽ അവരുടെ സ്മാർട്ട് ഫോൺ റീലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഹോണർ 19 എന്നുള്ള സ്മാർട്ട് ഫോൺ ഹോണറിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.